ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ദുരൂഹത. ഈ ഗ്രാമത്തിൽ എപ്പോഴും അതാണ്, ഒരു വല്ലാത്ത ദുരൂഹത. 5 മണിയായാൽ ആ ഗ്രാമത്തിലെ നേരായ വഴിയിലൂടെ ഒരാൾക്കും നടക്കാൻ പറ്റില്ല. ഭയമാണ്. കാരണം ആ പോകുന്ന വഴിയിൽ ഒരു പഴയ ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തീ പിടിച്ചു. അതിലൊരു പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ആർക്കും അതിലൂടെ പോകാൻ കഴിയില്ല. പോയാൽ അർദ്ധരാത്രിയിൽ ചുവന്ന ധാവണിയെടുത്ത ഒരു പെൺകുട്ടിയെ ആരെങ്കിലൊക്കെ കാണും. കണ്ടയാൾ അധികം വൈകാതെ മരണപ്പെടും. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു ദുരൂഹത, ഒരു രഹസ്യമുണ്ട്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ നാട്ടിലേക്ക് എത്തിയ ഡിറ്റക്റ്റീവ് തന്നെ മരണപ്പെട്ടു പോവാണ്. അപ്പോഴാണ് ആ നാട്ടിൽ യാദൃശ്ചികമായിട്ട് എത്തിയ വിക്രം എന്ന യുവാവ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആകുന്നത്. ഒരു ഡിറ്റക്റ്റീവ് ആകാൻ ആഗ്രഹിച്ച് നടക്കുന്ന അവന്റെ കയ്യിലേക്ക് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു ആ ഒരു കേസ്. എന്നാൽ ഈ കേസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലുള്ള ആ അപകടം അത് എത്രത്തോളാണെന്ന് വിക്രത്തിന് അറിയില്ലായിരുന്നു. കാരണം ഇത് പ്രേതമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ചെയ്യുന്നത്, ഒരു ഘട്ടത്തിൽ അവന് തന്നെ സംശയമായി പോയി. എന്തായാലും ആ ദുരൂഹതയിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് നമുക്ക് നേരെ അങ്ങോട്ട് പോവല്ലേ. പിന്നെ സിനിമയുടെ പേര് ഞാൻ എപ്പോഴും അടിഭാഗത്ത് കൊടുക്കുക കേട്ടോ, അത് നോക്കിയാൽ മതി. അപ്പോ തുടങ്ങുകയാണ് നമ്മൾ ഈ ഒരു കഥ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഉൾഗ്രാമം കാണിക്കുകയാണ്. എന്നാൽ പുറമേന്ന് കാണുന്നത് പോലെ ഈ ഗ്രാമത്തിന്റെ ഉള്ളിലുള്ളവർക്ക് ഈ ഗ്രാമത്തിന് അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നാറില്ല. കാരണം അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഇപ്പോ ജോലി കഴിഞ്ഞു വരുന്ന 2 ആൾക്കാര്, അവർക്കിപ്പോ നേർവഴിയിലൂടെ പോകണം. എന്നാൽ അവര് ഭാഗ്യം കൊണ്ട് അവരിങ്ങനെ പറയണം, 5 മണിക്ക് മുന്നേ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിനി നേരെയുള്ള റൂട്ടിൽ കൂടെ പോവാം, അല്ലെങ്കിൽ 16 കിലോമീറ്റർ ചുറ്റേണ്ടി വന്നേനെ. അതാണ് ഈ ഒരു നാട്ടിലെ പ്രശ്നം. ഇവരിപ്പോ പറഞ്ഞല്ലോ 5 മണി ആവാത്തത് കൊണ്ട് നേരായ വഴിയിൽ പോകാന്ന്. യെസ്, ആ പോകുന്ന വഴിയിൽ ഒരു ആശുപത്രിയുണ്ട്. എന്തോ ഒരു കാരണത്താൽ ആ ആശുപത്രി ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷം ഈ വഴിയിലൂടെ ആരും പോവാറില്ല. ഇനി അഥവാ അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ 16 കിലോമീറ്റർ ചുറ്റി വളഞ്ഞുകൊണ്ട് മറ്റൊരു വഴിയുണ്ട്. അതിലൂടെ മാത്രമേ രാത്രി ആയാൽ ആൾക്കാർ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാറുള്ളൂ. കാരണം ജീവന് ഭയം എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ഈ കഥയും അതുപോലെ തന്നെ ഈ പ്രേതത്തിനെ കുറിച്ചും ആ ആശുപത്രിയെ കുറിച്ച് അറിയുന്നത് ആ നാട്ടുകാർക്ക് മാത്രമാണ്. പുറം നാട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. അതിവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഗ്രാമത്തിനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഏകദേശം അർദ്ധരാത്രി ആയപ്പോ അതിലൂടെ കാറിൽ ക്രോസ് ചെയ്ത് പോവാണ്. ഫോൺ വിളിച്ചോണ്ടാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ആ നടു റോഡിൽ ചുവന്ന പുടവയിട്ട ഒരു സ്ത്രീയെ കാണുകയാണ്. അവളുടെ ദേഹത്ത് തട്ടണ്ട എന്ന് കരുതിയിട്ട് പുറംനാട്ടിൽ നിന്ന് വന്ന ഇയാള് കാർ പെട്ടെന്നൊന്ന് ഡൈവേർട്ട് അടിക്കുകയാണ്. ഇത് ചെറിയൊരു ആക്സിഡന്റിന് കാരണമായി. എന്നാൽ ഇയാൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. എന്നാലും ആരെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്ന് കരുതി ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ ഒരാളെ പോലും നേരിട്ട് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് എവിടെ നിന്നോ വന്ന ഒരു ശക്തി അവന്റെ നെഞ്ച് നോക്കി ഒരൊറ്റ അടിയടിക്കുന്നത്. യെസ്, നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല, അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാര്യം രാത്രിയാകുമ്പോൾ ഈ വഴിയിൽ നടക്കാറുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ആ ആശുപത്രിയിൽ ഏതൊക്കെയോ ചില ആത്മാക്കൾ ചുറ്റി അലഞ്ഞു നടക്കാറുണ്ട്. മോക്ഷം കിട്ടാതെ നടക്കാറുണ്ട്. ഏതായിരിക്കും ആ ഒരു ആത്മാവ്? ഇതിനു മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ കഥാനായകനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇപ്പൊ നേരെ സിറ്റിയിലേക്ക് പോവാണ്. അവിടെ തന്നെ നമ്മുടെ നായകന്റെ ഒരു കൂട്ടുകാരുണ്ട്, ബസവ. ഇവന്റെ അമ്മയാണെങ്കിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മകളെ കാണാനില്ലേ. എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിക്രം, അതായത് ഈ ബസവയുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ വിക്രത്തിന് ഒരു ഡിറ്റക്റ്റീവ് മെന്റാലിറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് ആകണമെന്നാണ് അവന്റെ ആഗ്രഹം. അപ്പോ ഈ വിക്രം വന്ന് നോക്കുമ്പോൾ അനിത്യയുടെ ഷെൽഫിലായിട്ട് ഒരുപോലുള്ള 2 പുസ്തകം കാണാണ്. ഇതിപ്പോ എന്തിനാ ഒരുപോലുള്ള 2 പുസ്തകം? മാത്രമല്ല ഒരെണ്ണത്തിന് കുറച്ച് കട്ടി കൂടുതലുള്ളതുപോലെ. ചുമ്മാ വിക്രം ആ ഒരു പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗം കട്ട് ചെയ്തൊരു ഫോൺ വെച്ചിട്ടുണ്ട്. വേഗം തന്നെ അത് ചെരിച്ചു പിടിച്ച് അതിന്റെ ആ ഒരു പാറ്റേൺ നോക്കി ഇത് തുറന്നു നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പെണ്ണിന് ഏതൊരു ചെക്കനുമായിട്ട് നല്ല പ്രണയം ഉണ്ടായിരുന്നു. സോ അവനുമായിട്ട് ഇന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്. ഇതിപ്പോ പറയാണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പെങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ വിക്രമും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബസവയും കൂടെ നേരെ ഇറങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ദൂരദേശത്തേക്ക് പോകുന്ന ബസ്സുകളിലേക്കൊക്കെ കയറി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് ഒരു പെൺകുട്ടി മുഖമൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിക്രം വന്നിട്ട് പറയണത്, എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ കാണാതായിട്ടുണ്ട്, നിങ്ങളുടെ മുഖം കണ്ടാൽ വളരെ ഉപകാരമായിരുന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടി മുഖത്തെ ഷാള് മാറ്റി കൊടുക്കുകയാണ്. എന്നാൽ പെൺകുട്ടിയുടെ മുഖം കണ്ട സമയത്ത് തന്നെ വിക്രത്തിനോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാലോ, വിക്രത്തിന് അവളോട് ഭയങ്കരമായിട്ട് പ്രണയം തോന്നുകയാണ്. വളരെയധികം സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവനങ്ങനെ ആ ഒരു സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ ബസ് വന്നിട്ട് പറയണത്, വാടാ എന്റെ പെങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു വല്ലാത്ത മോഹാലസ്യത്തിലായിരുന്നു നമ്മുടെ വിക്രം. ഇപ്പൊ ബസവ് ചോദിക്കുന്നുണ്ട്, എന്റെ പെങ്ങളെ തേടി വന്നിട്ട് നീ മറ്റൊരു പെണ്ണിനെ സെറ്റാക്കിയിരിക്കാല്ലേ, വാട ഇങ്ങോട്ട് പ്രേമരോഗി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിക്രത്തിനെ ബസവ് വിളിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ സീൻ കട്ടായി ആ ഗ്രാമത്തിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടുപോവാണ്. അതായത് അന്ന് രാത്രി ഒരാൾ മരണപ്പെട്ടല്ലോ. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്ന SI ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സമയത്താണ് റിപ്പോർട്ടിൽ മരണകാര്യം കാണുന്നത്. അതായത് നെഞ്ചത്ത് അതിശക്തമായിട്ടുള്ള പ്രഹരം ഏറ്റുകൊണ്ടാണ് ഇയാൾ രാത്രി മരണമടഞ്ഞത്. എന്തായാലും SI ഇപ്പൊ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്, രമേശ് വന്നിട്ട് പറയാണ്, സാറേ ഇതൊക്കെ നിങ്ങൾ കരുതുന്ന പോലെയല്ല. എല്ലാത്തിനും തുടക്കം ആ ആശുപത്രിക്ക് തീ പിടിച്ചതിന് ശേഷമാണ്. അവിടെ ഒരു പെൺകുട്ടി വെന്ത് മരിച്ചിട്ടുണ്ട്. ഇത്
ഇതിനുശേഷമാണ് ഈ ഒരു ദാരുണമായ എല്ലാ സംഭവങ്ങളും ദുരൂഹമായ എല്ലാ കൊലപാതകവും ആ ഒരു വഴിക്ക് വെച്ച് നടക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ദുരൂഹത എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക സാറേ. ഇങ്ങനെ കെയർലെസ് ആവില്ലേ, ഇനിയും എത്ര ആൾക്കാർ ഇങ്ങനെ മരണപ്പെട്ടു പോകും എന്ന് എസ് ഐ ഒരു രീതിയിലും ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എസ് ഐയും പറയുന്നത് അവിടെ പ്രേതമുണ്ട്, അവിടെ ഭൂതമുണ്ട്, ഞങ്ങൾക്കൊന്നും അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ ആ നാട്ടിലെ തന്നെ ഒരു പൊളിറ്റീഷ്യൻ ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ബദ്യറെഡിയെ കാണിക്കുകയാണ്. ഇയാൾക്ക് ഈ ഒരു നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. സോ ഇതിന്ന് കിട്ടുന്ന കാശ് മുഴുവനും പൊളിറ്റിക്സിലാണ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബദ്യറെഡിയും ഇയാളുടെ സഹായമായിട്ടുള്ള ദാസും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പറയുന്നുണ്ട്, സാറേ കാശില്ല, ദയവ് ചെയ്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ ബദ്യറെഡി പറയണ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ മതി, ഒരു പകുതി കാശ് നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ. ഇതും പറഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ രമേശ് വന്നിട്ട് റെഡ്ഡിയോട് പറയാണ്, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെറുതെയാണ്. 1-2 ആൾക്കാർക്ക് ഇതുപോലെ ഡിസ്കൗണ്ട് കൊടുക്കും, ബാക്കിയുള്ള 90% ആൾക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശ് മേടിച്ച് അവരുടെ കഴുത്തിറക്കും. ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ഈ ഇമേജ് മാറാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ അധികം നാൾ ഇത് വെച്ച് വാഴിപ്പിക്കില്ല എന്നൊക്കെ രമേശ് പറയുമ്പോൾ ഇപ്പൊ ബദ്യറെഡി ഒരു ഭീഷണിയോട് പറയാണ്, നീ നിന്റെ വഴിക്ക് പോ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം, എന്റെ കുറുകെ ചാടിയാൽ. ഇപ്പൊ റെഡ്ഡിയെ നോക്കിയിട്ട് നമ്മുടെ രമേശ് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്തിന് ദാസ് പറയാണ്, സാറേ അടുത്ത കൊല്ലം എങ്ങനെയെങ്കിലും സാറ് ഒരു MLA ആവണം കേട്ടോ, എന്നാലേ ഇവന്മാരുടെയൊക്കെ വായടക്കാൻ പറ്റുള്ളൂ. താല്പര്യം ഉണ്ടടാ, പക്ഷെ ആൾക്കാരങ്ങോട്ട് തെരഞ്ഞെടുക്കണ്ടേ, വെറുതെ കുറെ കാശ് പൊളിറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാല്ലാതെ ഇതിനൊന്നും ഒരു കാര്യം ഉണ്ടാവുന്നില്ലല്ലോ. ഇവിടെ സീൻ കണ്ട ഈ അടുത്ത സീനിൽ ടൗണിലാണ് കാണിക്കുന്നത്. നമ്മുടെ കഥാനായകനായിട്ടുള്ള വിക്രം ഇപ്പൊ ബാങ്കിലേക്ക് പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടി, അതായത് അന്ന് ബസ്സിൽ വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ കാണുകയാണ്. ഇപ്പോൾ അവളുടെ അടുത്ത് ചെന്നിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അനു എന്ന് പറയണം. മാത്രമല്ല, എന്നെ ഓർമ്മയുണ്ടോ അന്ന് ബസ്സിൽ കൂട്ടുകാരന്റെ പെങ്ങളെ തേടി വന്നപ്പോ? ആ മനസ്സിലായി, എന്താ വേണ്ടത്? ഒന്നുമില്ല, ചുമ്മാ കണ്ടപ്പോ ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ, പിന്നെ ഒരു കോഫി കുടിച്ചാലോ, ഒന്ന് വരുന്നു ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടി ആദ്യം വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ വിക്രം എങ്ങനെയൊക്കെയോ ഈ അനുവിനെ കൺവിൻസ് ചെയ്തിട്ട് നേരെ കോഫി ഷോപ്പിൽ കൊണ്ടുപോകാണ്. ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം അവന്റെ പ്രണയം തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അനു പറയാണ്, അല്ല നിനക്ക് എന്നെ കുറിച്ച് എന്താ അറിയുന്നത്? എന്തായാലും വിക്രം നിമിഷ നേരങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മണിയായിട്ട് അവളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. ഓഹോ, എന്നെ കുറിച്ച് ഇത്രയൊക്കെ അറിയോ? എന്നാൽ എനിക്ക് നിന്നെ കുറിച്ചൊന്നും അറിയണമല്ലോ. അപ്പൊ എന്റെ മറുപടി ഞാൻ നാളെ ഇതേ സ്ഥലത്ത് വെച്ച് നിനക്ക് തന്നോളാം. അപ്പൊ നമുക്ക് നാളെ കാണാം, ഞാൻ എന്തായാലും നിന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ അനു ഇവിടുന്ന് പോവാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ആ ഒരു ഗ്രാമത്തിലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമേശ് ഉണ്ടല്ലോ, ഇയാൾ പട്ടണത്തിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിക്റ്റേറ്റീവിനെ കാണുകയാണ്. ഈ ഡിക്റ്റേറ്റീവിന്റെ പേരാണ് പ്രകാശ് ജാവത്ത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ദുരൂഹമായിട്ടുള്ള കേസുകൾ തെളിയിച്ച ആളാണ് ഈ ഒരു പ്രകാശ് ജാവത്ത്. എന്തായാലും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമേശ് ഇങ്ങോട്ടേക്ക് വന്നത് അവന്റെ നാട്ടിലെ ആ ഒരു പ്രശ്നം, ആ ഒരു ദുരൂഹത, അതിന്റെ ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാനാണ്. SIയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ ഒരു ഡിക്റ്റേറ്റീവിനോടും പറയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുന്നേ അവിടെ ഒരു തീപിടുത്തം നടന്നു, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അവളുടെ അച്ഛനും മരണപ്പെട്ടു പോയി. അതിനുശേഷം ആ ഒരു വഴിക്ക് ആർക്കും പോവാൻ പറ്റാതെയായി, പലരും മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഇതൊരു പ്രേതമാണെന്നാണ്. സാറേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസുകാർ വരെ ഇതൊരു പ്രേതമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നാട്ടുകാരെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തുക? അവിടെ എന്തൊക്കെയോ ചില മിസ്റ്ററീസ് ഉണ്ട്, അതൊന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഡിക്റ്റേറ്റീവ് പറയണ, നിങ്ങൾക്ക് നാട്ടുകാരോട് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? ഇപ്പോൾ രമേശ് പറയാണ്, ഒരു കാര്യമില്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഭയമാണ്, പ്രേതം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോകാൻ വരെ കൂട്ടാക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഗ്രാമവും അതിന്റെ ആ ഒരു ദുരൂഹതയും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഡിക്റ്റേറ്റീവ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, സോ ഞാൻ ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഞാൻ വരാൻ പോവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വിക്രത്തിനെ കാണിക്കുകയാണ്. അടുത്ത ദിവസം അവൾ മറുപടി പറയാന്ന് പറഞ്ഞല്ലോ, ഇതേ സ്ഥലത്തേക്ക് തന്നെ വിക്രം വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടും അനു വരുന്നില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ ഒരു കത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. അത് വിക്രത്തിന് വേണ്ടി അനു എഴുതിയതായിരുന്നു. നീ എന്തായാലും എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തിയില്ലേ, ഒരു കാര്യം ചെയ്യ്, എന്നെ കുറിച്ച് കുറച്ചും കൂടെ നീ അറിയാണ്ട് ആ വിവരങ്ങൾ കൂടെ അറിഞ്ഞ് എന്നെ കണ്ടുപിടിക്കുന്നു പറയാണ്. അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വേഗം തന്നെ വിക്രം അവൾ താമസിച്ച ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ അനു അവളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. സോ വിക്രം അതുപോലെ തന്നെ ബസവ രണ്ടുപേരും കൂടെ ഇപ്പൊ അനുവിന്റെ ആ ഒരു നാട്ടിലേക്ക് പോവാണ്. ആ നാട് മറ്റൊന്നുമല്ല, നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ആ പ്രേതവും ഭൂതമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു വിചിത്രമായിട്ടുള്ള ഗ്രാമം ഉണ്ടല്ലോ, അത് തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. അയാളോട് ആ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി ഇത് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ഓക്കെ ഇത് തന്നെയാണ് വഴി, പക്ഷെ ഒരിക്കലും നേരായ വഴിയിൽ ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ പോകരുത്, കുറച്ച് ചുറ്റി വളഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിക്രവും ബസവും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നൊരു വണ്ടിയും കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാ ഈ ചുറ്റി വളഞ്ഞു പോകുന്നത്, നമുക്ക് നേരായ വഴിയിലൂടെ പോകാന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നമുള്ള വഴിയിലൂടെ ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ ആ ഒരു ആശുപത്രി ഇവർ കാണുകയാണ്. മാത്രമല്ല അതിന്റെ ഉള്ളിൽ വെച്ച് എന്തൊക്കെയോ ശബ്ദവും ആ രാത്രിയിൽ ഇവർ കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിയൊരു പോലീസുകാരൻ, എന്താ ഈ വഴിയിലൂടെ ഈ സമയത്ത് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്തോ ഭയത്തിന് രണ്ടുപേരും രക്ഷപ്പെട്ടു കേട്ടോ. മാത്രമല്ല ആ ഒരു കോൺസ്റ്റബിൾ യാദൃശ്ചികമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതല്ല, വിക്രത്തിന്റെ കൂട്ടുകാരൻ ബസവയുടെ മാമനായിരുന്നു
ഈ ഒരു കോൺസ്റ്റബിൾ. എന്തായാലും ഈ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ഒരാളെ കണ്ടുപിടിക്കാനൊക്കെ ഒരു പോലീസുകാരൻ കൂടെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് മാമനോട് വിളിച്ചു പറഞ്ഞു കേട്ടോ. അതെന്തായാലും കാര്യമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രവും ബസവയും കൂടെ അവൻ തേടി വന്ന ആ ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അനു എന്നുള്ള പേരുള്ള ആ ഒരു പെൺകുട്ടി. എന്നാൽ നാട്ടുകാരോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ അനു എന്നുള്ള ആ ഒരു പെൺകുട്ടി അവള് മരണപ്പെട്ടു പോയല്ലോ. എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. ഇപ്പൊ ബസവ ചോദിക്കുകയാണ്, ഡാ വിക്രം, നീ വല്ല പ്രേതത്തിനെയാണോ പ്രണയിച്ചത്? പണിയാവോ ഇത്? നീ ഒന്ന് വാടാ, നമുക്കൊന്നും കൂടെ അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, ഇയാൾ എന്തായാലും അവിടുത്തെ SI നമുക്ക് സാറിനെ കൂടെ ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നേരെ SIയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഈ SIയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ SIയുടെ മകള് ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് വിക്രം ചെറുതായിട്ടൊന്ന് ഷോക്കായി പോകുന്നുണ്ട്. കാരണം ആ SIയുടെ മകളായിരുന്നു ഈ ഒരു അനു. മുഴുവൻ പേര് അനുശ്രീ എന്നാണ്. അതുകൊണ്ടാണ് ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവാതിരുന്നത്. എന്തായാലും അവളൊന്ന് കളിപ്പിച്ചതാണ്. പക്ഷെ വിക്രം അവളെ കൈയോടെ പൊക്കി കേട്ടോ. ഒരു സർപ്രൈസ് തരാൻ നോക്കിയതായിരുന്നു, അത് പൊളിഞ്ഞുപോയി. എന്തായാലും പിന്നീട് വിക്രം നമ്മുടെ അനുശ്രീയെ നോക്കിയൊന്ന് സൈറ്റൊക്കെ അടിക്കുകയാണ് കേട്ടോ. ഈ കാര്യം ആരും അറിയുന്നില്ലേ. ഇതേ സമയത്ത് തന്നെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമേശ്, ആ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ പ്രകാശ് രാവത്ത്, അയാളെ ഈ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല പോലീസുകാർക്ക് ഈ ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ അന്വേഷിക്കേണ്ട, ഇനി മുതൽ ഈ ഒരു കേസ് ഡിറ്റക്റ്റീവ് അന്വേഷിച്ചോളൂ എന്ന് പറയണം. എന്നാൽ പോലീസുകാർക്ക് ഇത് അത്ര കൂടെ ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് പരമാവധി പ്രകാശ് രാവത്തിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇവിടുന്ന് പിന്തിരിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു കേസ്. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഡിറ്റക്റ്റീവ് പറയുന്നത്, ഇതെന്തായാലും ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു, ഇതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും ശരി, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരനെ കൈ കൊടുത്തുകൊണ്ടാണ് പ്രകാശ് രാവത്ത് ഇവിടുന്ന് പോകുന്നത്. അന്നേ ദിവസം രാത്രി തന്നെ ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയൊരു ഉത്സവം പോലെയുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങോട്ടേക്ക് ഈ പ്രകാശ് രാവത്ത് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ അനുശ്രീയും അതുപോലെ തന്നെ വിക്രവും വന്നിട്ടുണ്ട്. ഇപ്പോ അനുശ്രീയോട് വിക്രം ചോദിക്കുകയാണ്, ഇനിയെങ്ങാനും ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിലോ നീ എന്താക്കുമായിരുന്നു? ഇപ്പൊ അനുശ്രീ പറയാണ്, നീ എന്തായാലും വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം നിന്റെ ഉള്ളിൽ ഒരു പ്രണയമുണ്ട്, അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ഉത്സവം കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നാടകത്തിന് വേണ്ടിയിട്ട് ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് വേഷം കെട്ടിക്കുന്ന ഒരു അപ്പൂപ്പൻ, ഒരു മേക്കന്മാർ അങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് പൊട്ട് തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിക്രം അതിലൂടെ പോകുന്നതും അപ്പൂപ്പന്റെ കയ്യിൽ തട്ടുന്നതും. അപ്പൊ ആ ഒരു പൊട്ട് വൃത്തികേടായി പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു അപ്പൂപ്പൻ നമ്മുടെ വിക്രത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിലും വിക്രത്തിനെ ആ അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒരു പെൺകുട്ടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് പൊട്ടാണ്, അതിനെയാണ് കുളമാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഈ പ്രകാശ് രാവത്ത് ഉണ്ടല്ലോ, ഇയാളെ കാണാനായിട്ട് നമ്മുടെ വിക്രം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. കാരണം രണ്ടുപേരുടെ ഫീൽഡ് ഒന്നാണല്ലോ. സോ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശ് രാവത്തിനോട് വിക്രത്തിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രകാശ് രാവത്ത് പറയണേ, എന്തായാലും നിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക, നല്ലൊരു ഡിറ്റക്റ്റീവ് ആയിട്ട് തന്നെ ഭാവിയിൽ നീ മാറും, അതിനുള്ളൊരു തീ അല്ലെങ്കിൽ ഒരു ത്വര നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരൊരു വാർത്ത അറിയാണ്. അതായത് ഈ ഡിറ്റക്റ്റീവ് പ്രകാശ് രാവത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ രമേശ്, അവൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാവരും അറിഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ചും ഈ ഒരു ഡിറ്റക്റ്റീവ് വേഗം ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അതായത് ആ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെ വെച്ചാണ് ഈ രമേശ് മരണപ്പെട്ടിരിക്കുന്നത്. രമേശിന് പ്രത്യേകിച്ച് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഒരു കൂട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ അവിടെ വെച്ച് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ വിക്രത്തിനോട് നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, വെറുതെ ഇതിന്റെ പിന്നാലെ ഒന്നും പോയിട്ട് നിങ്ങൾ വെറുതെ പണി മേടിക്കാൻ നിൽക്കണ്ട, നീ ആ ഒരു ഡിറ്റക്റ്റീവിനെയും കൂട്ടി ഇവിടുന്ന് പോയിക്കുന്നു. പല നാട്ടുകാരും ഇപ്പൊ ഇവരോട് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഡിറ്റക്റ്റീവ് പ്രകാശ് രാവത്തിനോട് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ, എന്തായാലും ഈ ഒരു കേസിൽ ഞാൻ കൈവച്ചു, ഇത് പൂർത്തിയാക്കാതെ ഞാൻ പോവില്ല എന്ന് തന്നെ ഇപ്പൊ ഈ ഒരു ഡിറ്റക്റ്റീവ് പറയാണ്. ഇപ്പൊ രാത്രിയായപ്പോൾ വിക്രം അതുപോലെ തന്നെ ബസവയുടെ അമ്മാവൻ, ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബസവ പറയുന്നുണ്ട്, വിക്രം നമുക്ക് ഇവിടുന്ന് പോവാടാ, ഒരുമാതിരി ഒരു വൃത്തികെട്ട ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വിക്രം പറയണ, എങ്ങോട്ടാണ് ഈ ഓടുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു വിചിത്രം ഈ ഒരു നാട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയണം. ഈ സമയത്താണ് പെട്ടെന്ന് ആരോ ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്നത്. ബസവ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. വിക്രം പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അനുശ്രീ ആയിരുന്നു അത്. അവളാകെ വേർത്ത് കുളിച്ച് ആകെ പരിഭ്രാന്തിയിലാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവളുടെ അച്ഛനുണ്ടല്ലോ, ആ ഒരു പോലീസുകാരൻ, ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ്, കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. സഹായം ചോദിച്ചാണ് ഈ രാത്രിയിൽ ഇപ്പൊ അനുശ്രീ വന്നത്. വേഗം തന്നെ ഇവര് അനുശ്രീയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് ആ ഒരു പോലീസുകാരൻ. വേഗം തന്നെ ഇവര് ജീപ്പിലേക്ക് കയറ്റിയിട്ട് നേരെ പോകുന്നുണ്ട്. ഇവരുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. കാരണം ഇത് അർദ്ധരാത്രിയാണ്, നേരായ വഴിയിൽ ആ ഒരു ആരും പോവാറില്ല, ഇനി ചുറ്റി വളഞ്ഞു വേണം പോവാൻ. എന്നാൽ ഇതിനൊന്നും വലിയ വിശ്വാസം ഇല്ലാതിരുന്ന നമ്മുടെ വിക്രം നേരായ വഴിയിലൂടെ തന്നെ പോവാണ്. അതായത് തീ പിടിച്ച ആ ഒരു ആശുപത്രി ഉണ്ടല്ലോ, അതുള്ള ആ ഒരു വഴിയിലൂടെ തന്നെ പോവാണ്. എന്തായാലും അതിലൂടെ പോയ സമയത്ത് ഇവർക്ക് അപകടമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നേരെ ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞു. മാത്രമല്ല കറക്റ്റ് സമയത്ത് അനുശ്രീയുടെ അച്ഛന് ട്രീറ്റ്മെന്റും കൊടുത്തു. അതുകൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെടുകയാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അനുശ്രീക്ക് നമ്മുടെ വിക്രത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്താണ് ഈ ആശുപത്രിയിൽ വെച്ച് നമ്മുടെ വിക്രം അവൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ പ്രകാശ് രാവത്ത്, ഇയാളെ കാണുന്നത്. കാര്യം എന്താ വെച്ചാൽ ഈ ആശുപത്രി മറ്റേ ബദ്ധിരടിയതാണ്. ഇപ്പൊ രമേശ് മരണപ്പെട്ടല്ലോ, അപ്പൊ അവന്റെ മരണവുമായിട്ട് ഈ ഡിറ്റക്റ്റീവിന് ചില സംശയങ്ങളുണ്ട്. സോ അതുകൊണ്ടാണ് ബദ്ധിരടിയെ കണ്ട് ഒന്ന് സംസാരിക്കാൻ ഈ ആശുപത്രിയിലേക്ക് ഈ ഡിറ്റക്റ്റീവ്, അതായത് പ്രകാശ് രാവത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ആശുപത്രിയിൽ വെച്ച് വിക്രം പ്രകാശ് രാവത്തിനെ കണ്ടത്. എന്തായാലും പിന്നീട് ഇവർ സംസാരിച്ചതിന് ശേഷം പ്രകാശ് രാവത്ത് നേരെ ബദ്ധിരടിയെ കാണാനായിട്ട് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അതായത് ആക്ടിവിസ്റ്റ് രമേശ്, അവന്റെ മരണത്തിൽ ഈ ഒരു പ്രകാശിന് ഡൗട്ട്
ഈ ബെദ്ദി റെഡ്ഡിയാണ്. കാരണം അയാളുടെ എല്ലാ സീക്രട്ടുകളും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് രമേശ്. അപ്പൊ തീർച്ചയായിട്ടും പക തോന്നുമല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ബെദ്ദി റെഡ്ഡിയോട് പറയുന്ന സമയത്ത് ബെദ്ദി റെഡ്ഡി വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. ആരെ? ഈ പ്രകാശ് ജാവത്തിനെ. നിങ്ങളും വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരാൻ നിൽക്കണ്ട, അത് നിങ്ങൾക്ക് ദോഷമായിട്ടേ മാറുള്ളൂ. സോ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞാൻ എന്റെ വഴിക്ക് പോയിക്കണം. ഓക്കെ, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രകാശ് ജാവത്ത് ചെറിയൊരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോ ബെദ്ദി റെഡ്ഡി പറയണ, ദാസേ അവനെ ഒറ്റയ്ക്കങ്ങ് വിടണ്ട, അവന്റെ പിന്നാലെ നീ ഒന്ന് ചെല്ലുന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ പ്രകാശ് ജാവത്ത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുന്നത് വിക്രം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രകാശിന്റെ പിന്നാലെ ബെദ്ദി റെഡ്ഡിയുടെ ആ ഒരു സഹായം ഉണ്ടല്ലോ, ഇയാൾ പോകുന്നതും വിക്രം കാണുകയാണ്. എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പിന്നാലെ വിക്രം പോവാണ്. അതായത് മുന്നിൽ പ്രകാശ് ജാവത്ത് പോകുന്നുണ്ട്, പിറകാലിയായിട്ട് ഇയാളെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു ദാസ് പോവാണ്. ഇവര് രണ്ടുപേരെയും ഫോളോ ചെയ്തുകൊണ്ട് വിക്രവും പോവാണ്. ഇപ്പൊ ഇവര് നേരെ എത്തിയിരിക്കുന്നത് രാത്രിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ വഴിയിലേക്കാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും കാണാനില്ല. ദാസ് എങ്ങോട്ടോ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രകാശ് ജാവത്തിനെയും കാണാനില്ല. പിന്നെ എന്തൊക്കെയോ ശബ്ദവും നിലവിളിയും കേട്ടിട്ട് ആ ആശുപത്രിയുള്ള ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ പഴയ പൊളിയാനായി കിടക്കുന്ന ആശുപത്രിയുടെ മുന്നിലായിട്ട് ഒരു മൃതശരീരം നമ്മുടെ വിക്രം കാണുന്നുണ്ട്. നോക്കുമ്പോൾ അത് ആ ഒരു ഡിറ്റക്റ്റീവ്, അതായത് പ്രകാശ് ജാവത്തിൻ്റെതായിരുന്നു. അതായത് വിക്രം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ട് എങ്ങനെയോ ഈ പ്രകാശ് ജാവത്ത് മരണപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ വിക്രം ഷോക്കായി പോവാണ്. അതുപോലെ തന്നെ അവന്റെ പിന്നിലൂടെ കൊലുസിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാലൊച്ച അവൻ കേൾക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അന്ന് രാത്രി വിക്രം അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തുകയാണ് കേട്ടോ. എന്നാൽ രക്ഷപ്പെട്ടതിന് ശേഷം വിക്രത്തിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ത്വര വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചിട്ട് തന്നെ. എന്നാൽ വിക്രത്തിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു സംശയം കയറിക്കൂടിയിട്ടുണ്ട്. അതായത് ഇനി ഈ നാട്ടുകാർ പറയുന്നത് പോലെ അവിടെ പ്രേതോ പിശാശോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അതായത് ഈ അടുത്തായിട്ട് 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ അവസാനമായിട്ട് നമ്മുടെ പ്രകാശ് ജാവത്തും. അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചും ഈ ഒരു ആശുപത്രിയെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ അനുശ്രീയുടെ അച്ഛനുണ്ടല്ലോ, പോലീസുകാരൻ, ഇയാളോട് വിക്രം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അനു എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഫാമിലി തന്നെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളാണ്. അവളുടെ അച്ഛന്റെ കയ്യിലൊക്കെ അത്യാവശ്യം നല്ല കാശ് ഉണ്ടായിരുന്നു. പുറത്തു പോയിട്ട് പഠിച്ച നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അനു, അവളൊരു ഡോക്ടറായിരുന്നു. ഈ ഒരു നാട്ടിലേക്ക് വന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വലിയ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ആശുപത്രി കെട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ തന്നെ അവളുടെ അച്ഛനും നിന്നു. അങ്ങനെ അവർ നല്ലൊരു ആശുപത്രി കെട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ആശുപത്രിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അന്ന് അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ബെദ്ദി റെഡ്ഡി ആയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ വളരെ തുച്ഛമായ രീതിയിൽ ഈ അനു അവളുടെ ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. പിന്നീട് പെട്ടെന്നൊരു ദിവസം ആ ആശുപത്രിയിൽ ഒരു തീപിടുത്തുണ്ടായി. അതിൽ 2 ആൾക്കാർ മാത്രം വിട്ടുപോയി, അവർ മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടു പോയി കേട്ടോ. പക്ഷെ ആ മരിച്ച 2 ആൾക്കാരായിരുന്നു അതിന്റെ ഓണറായിട്ടുള്ള അനു, അതുപോലെ തന്നെ അനുവിന്റെ അച്ഛനും. 2 പേരും തീപിടുത്തത്തിൽ വെന്ത് മരിച്ചുപോയി. ഇതിനുശേഷം ആ ആശുപത്രി നിൽക്കുന്ന ഭാഗത്തേക്ക് ആരെങ്കിലും പോയാൽ അവരുടെ നെഞ്ചത്ത് അടികിട്ടി ശക്തമായ പ്രഹരം കാരണം അവർ മരണപ്പെട്ടു പോവാണ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇത്ര ഭയം. അനുവിന്റെ ആത്മാവ് അവിടെ ചുറ്റി നടക്കുന്നുണ്ട്, അതും മോക്ഷം കിട്ടാതെ ശാപം കിട്ടിക്കൊണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറുന്നത് എന്നൊക്കെയാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്തായാലും ഈ അനുവിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വിക്രത്തിനെ അനു പറ്റിച്ചത്. കാരണം അവളുടെ ഫുൾ നെയിം അനുശ്രീ എന്നാണ്. അപ്പൊ അനു എന്ന പേര് ചോദിച്ചുകൊണ്ട് വിക്രം ഈ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയാ അവള് മരണപ്പെട്ടു പോയല്ലോ എന്നാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ വിക്രത്തിനൊന്ന് കളിപ്പിക്കാൻ നോക്കിയതാണ് അനുശ്രീ. അതെന്തായാലും പാളിപ്പോയി കേട്ടോ. അവളെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വിക്രം കണ്ടുപിടിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആ ഒരു ആശുപത്രിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു ദുരൂഹതയിലേക്കും തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ വിക്രത്തിനും ഒരു സംശയമായിട്ടുണ്ട്, ഈ നാട്ടുകാർ പറയുന്നത് പോലെ ഈ ആത്മാക്കളൊക്കെ ഉണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആ നാട്ടിൽ തന്നെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് വിക്രം ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സ്വാമി, ഈ പ്രേതം, പിശാശ്, ഭൂതം ഇതൊക്കെ യഥാർത്ഥത്തിലുണ്ടോ? ഇപ്പൊ സ്വാമി പറയാണ്, മോൻ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പൈശാചിക ശക്തി എന്തായാലും നമ്മുടെ ഈ ഒരു ലോകത്തിലുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അതിനൊരു പ്രത്യേക രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ ഒരു രൂപമായിരിക്കും അതിന്. എനിക്കൊരു കാര്യം ഉറപ്പാണ് മോനെ, നീ എന്തായാലും ഈ നാട്ടിലേക്ക് വന്നത് നല്ലൊരു കാര്യത്തിനാണ്. തീർച്ചയായിട്ടും നിന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയും. എന്തായാലും ആ ഒരു ദുരൂഹത നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റട്ടെ. സ്വാമി ഈ രീതിയിൽ വിക്രമിനോട് സംസാരിച്ചപ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഈ ഇൻസ്പെക്ടറോട് ചോദിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ അവനത് എടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇപ്പൊ ലാസ്റ്റ് മരണപ്പെട്ടു പോയ പ്രകാശ് ജാവത്ത്, ഇയാളുടെ തൊട്ട് മുന്നേ ആയിട്ട് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമേശിന് മുന്നേ ആയിട്ട് പുറംനാട്ടിൽ നിന്ന് വന്ന മറ്റൊരാള്. സോ ഇതുപോലെ മർഡേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ നാട്ടിലുണ്ടെന്ന് നോക്കുമ്പോൾ ഈ 2ാമത് മരിച്ച ആളുണ്ടല്ലോ രമേശിന് പറയാൻ വേണ്ടി മാത്രമുള്ള ബന്ധുക്കളൊന്നുമില്ല. ആകെയുള്ളത് ഒരു ഉറ്റ ചങ്ങാതിയാണ്. എന്നാൽ ഈ ഒരു രമേശിന്റെ മരണശേഷം അവൻ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയി പോയിട്ടുണ്ട് കേട്ടോ. സോ അവൻ
അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രം അവനെ സമാധാനിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ കൂട്ടുകാരനോട് രമേശിന് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നോ അവന്റെ പേഴ്സണൽ ലൈഫിലോ അങ്ങനെയാറ്റം. ഇപ്പോൾ ഈ ഒരു കൂട്ടുകാരൻ പറയാണ് അവന്റെ പേഴ്സണൽ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ ശത്രുക്കളൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു ബദ്ധിറെഡ്ഡി ഉണ്ടല്ലോ ഇയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രമേശ് ചില കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരോട് ചില കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബദ്ധിറെഡ്ഡിക്ക് അവനോട് നല്ല ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അവനെ സംശയമുണ്ട് എന്ന് ഈ രമേശിന്റെ കൂട്ടുകാരൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഈ ബദ്ധിറെഡ്ഡിയുടെ അടുത്തേക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് വിക്രം എത്തുകയാണ്. ആ മരണപ്പെട്ടു പോയ അനു അവളുടെ അച്ഛൻ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവരായിരുന്നില്ലേ? അനുവിന്റെ അച്ഛൻ നിങ്ങളുടെ കൂട്ടുകാരായിരുന്നില്ലേ ബദ്ധിറെഡ്ഡി? അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആശുപത്രി അത് കെട്ടാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ആ ഒരു സംഭവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് കേട്ട സമയത്ത് ബദ്ധിറെഡ്ഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ എന്റെ കൂട്ടുകാരനാണ്. ആ ആശുപത്രിക്ക് നോർമലായിട്ട് തീ പിടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം നിന്നോട് ഇപ്പോഴും വീണ്ടും പറയാണ്. വെറുതെ എന്റെ വഴിയിൽ ആവശ്യമില്ലാതെ വരാൻ നിൽക്കരുത്. അതെന്തായാലും നിനക്ക് ആപത്തായേ വരുള്ളൂ. ചെറിയ രീതിയിൽ തന്നെ ബദ്ധിറെഡ്ഡി അവനൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. രാത്രിയായി. ഇപ്പൊ വിക്രം ഈ ഒരു കേസിനെ കുറിച്ച് തന്നെ അങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് അവന്റെ അരികിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. ഒരു ഷാളോ അങ്ങനെ എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചപ്പോൾ വിക്രം അവന്റെ ആ ഒരു കോട്ടുണ്ടല്ലോ അത് ഒരു അവൾക്ക് കൊടുക്കണം. മാത്രമല്ല അവളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാന്ന് പറയാണ്. അങ്ങനെ നടന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് ആ ഒരു കോട്ട് മേടിക്കാന്ന് കരുതിയിട്ട് ആ വീട്ടിലേക്ക് വിക്രം നേരെ കയറി ചെന്നിട്ട് ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ആ ഒരു കോട്ടിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം ആ വീട്ടിലെ ആ അമ്മ പറയാണ്, അവള് മരിച്ചുപോയല്ലോ, നിങ്ങൾ എന്തീ പറയുന്നത്? ഇത് കേട്ട സമയത്ത് വിക്രം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നിങ്ങൾ എന്തീ പറയുന്നത്? മരിച്ചു പോയെന്നോ? ഇത്രയും നേരം ആ ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അല്ല സാറേ, ദാ തൊട്ടപ്പുറത്തേനെയാണ് അവളുടെ ആ ഒരു കല്ലറുള്ളത്, വേണമെങ്കിൽ പോയി നോക്കിക്കോ എന്ന് പറയാണ്. വിക്രം ചെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ കല്ലറ ഇപ്പൊ വിക്രം കാണുന്നുണ്ട്. മാത്രമല്ല അതിന്റെ മുകളിലായിട്ട് വിക്രം കൊടുത്ത ഒരു കോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ആകെ കൺഫ്യൂഷൻ ആയിട്ട് വിക്രം ആ ഒരു ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ റിയലൈസ് ചെയ്യാണ് ഇതൊക്കെ അവന്റെ ഒരു തോന്നലായിരുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ അവന് വന്നു പോകുന്നത്? ഈ കാര്യം അനുശ്രീയോട് പറയുമ്പോൾ അനുശ്രീക്കും വല്ലാത്തൊരു പേടി വരികയാണ്. എന്തിനാണ് വിക്രം ആവശ്യമില്ലാതെ ഈ ഒരു കേസിന്റെ പിന്നാലെ ഇങ്ങനെ ഒബ്സസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്? വേണ്ടടോ, അത് വിട്ടേക്ക്. നീ നിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ. ഇതിന്റെ പിന്നാലെ ആരൊക്കെ പോകുന്നു അവരൊക്കെ മരണപ്പെടുകയാണ്, നീ ഒഴിവാക്ക്. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് അനുശ്രീ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഇതിന്റെ ആ ഒരു രഹസ്യം അറിയാതെ വിട്ടുകളയാനായിട്ട് വിക്രത്തിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ തന്നെ ജോലി ചെയ്ത മേരി എന്നൊരു നേഴ്സും അതുപോലെ തന്നെ ശിവ എന്നൊരു കമ്പൗണ്ടറിനെ കുറിച്ചും ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷേ മേരി എന്ന ഒരു നേഴ്സ് ഉണ്ടല്ലോ അവരുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് മേരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പൊ നാട്ടിൽ നിലവിൽ അവളില്ല, അവൾ എങ്ങോട്ടോ പോയി എന്നുള്ളത് മേരിയുടെ അമ്മ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശിവ എന്ന് പറഞ്ഞ കമ്പൗണ്ടറിന്റെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ശിവ ചില കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ആ അനു എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ എനിക്ക് നല്ല സംശയമുണ്ട്. അതായത് പല സമയത്തും ഒറ്റയ്ക്ക് അവൾ ആരോടൊക്കെയോ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഈ ഒരു കമ്പൗണ്ടറായിട്ടുള്ള ശിവ പറയാണ്. മാത്രമല്ല ആ ആശുപത്രിയിൽ അന്ന് നടന്ന ആ ഒരു തീപിടുത്തം അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, മനഃപൂർവ്വം ആ ഒരു ബദ്ധിറെഡ്ഡിയുടെ ആൾക്കാർ വന്നിട്ട് തീ വെച്ചാണ്. ആ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കമ്പൗണ്ടറായിട്ടുള്ള ശിവ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ സമയത്ത് ഏകദേശം 90% ബദ്ധിറെഡ്ഡിയുടെ മേലെയുള്ള സംശയം വിക്രത്തിന് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെക്കുറിച്ചും ആ സംഭവത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എടുക്കാനായിട്ട് എസ് ഐയുടെ വീട്ടിലേക്ക് അവിടെ കുറെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വിക്രം പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് വിക്രം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവൻ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇവന്റെ പിന്നിൽ ആരോ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു തോന്നല്. എന്നാൽ ആ ഒരു തോന്നല് അത് തോന്നലല്ല എന്നിപ്പോ വിക്രത്തിന് മനസ്സിലായി. എന്തായാലും ആളെ വിക്രം കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഇവനെ പിടിക്കുന്നുണ്ട്. മുഖംമൂടിയെല്ലാം ഇട്ടിരുന്നു. എന്തായാലും നല്ല പെട കൊടുത്ത് അവന്റെ ആ ഒരു മുഖംമൂടിയെല്ലാം മാറ്റി നോക്കുമ്പോൾ അത് ആ ഒരു ബദ്ധിറെഡ്ഡിയുടെ കയ്യാളുണ്ടല്ലോ ദാസ്, അവനായിരുന്നു. അവനിട്ട് നല്ല പെട കൊടുത്തിട്ട് ഇപ്പൊ വിക്രം ചോദിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം നീയൊക്കെ കൂടിയിട്ടാണ് ആ ഒരു അനുവിന്റെ ആശുപത്രിക്ക് തീ വെച്ചതെന്ന്. അപ്പൊ നല്ല അടി കിട്ടിയ സമയത്ത് ഇവൻ പറയാണ്, ശരിയാണ്, തീ വെച്ചത് ഞാനൊക്കെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ സംശയിക്കുന്നത് പോലെ അനുവിനെയും അവളുടെ അച്ഛനെയും കൊല്ലാനൊന്നും ഞങ്ങൾക്ക് പദ്ധതിയില്ലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബദ്ധിറെഡ്ഡിയുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഈ അനുവും അവളുടെ അച്ഛനും കൂടി ഇവിടെ ആ ഒരു ആശുപത്രി തുറന്നത്. ആ സമയത്ത് ഈ നാട്ടിൽ ഒരു വല്ലാത്ത അസുഖം പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കണമെന്ന് ബദ്ധിറെഡ്ഡി വിചാരിച്ചു. എന്നാൽ ആ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് വളരെയധികം ഫ്രീ ആയിട്ട് തന്നെ അനുവും അവളുടെ അച്ഛനും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ബദ്ധിറെഡ്ഡിയുടെ ആശുപത്രിയിൽ ഒരു പേഷ്യൻസും വരാതായി അയാളുടെ ലാഭം വളരെയധികം കുറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ബദ്ധിറെഡ്ഡി അവരുടെ വീട്ടിലേക്ക് പോയിട്ട് പല തവണയായിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഒരു പരിപാടി നിർത്തിയേക്ക്, പൈസ മേടിക്കാതെയുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് എന്നൊരു രീതിയിലും അനുവും അനുവിന്റെ അച്ഛനും വഴങ്ങിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ആശുപത്രി തീ വെക്കാൻ വേണ്ടിയിട്ട് ഈ ബദ്ധിറെഡ്ഡി എന്നോട് പറഞ്ഞത്. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. തീ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആരെയും കൊല്ലാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. ആ തീപിടുത്തത്തിൽ എങ്ങനെയാണ് അവർ മരണപ്പെട്ടു പോയത് എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. അതായത് ബദ്ധിറെഡ്ഡിക്ക് ഇവരെ രണ്ടുപേരെയും കൊന്നു കളയണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു തീപിടുത്തത്തിൽ രണ്ടുപേരും മരണപ്പെട്ടു പോയി. ഈ കാര്യങ്ങളൊക്കെ അനുശ്രീയോടും അവളുടെ അച്ഛനോടും നമ്മുടെ വിക്രം പറയുന്ന സമയത്ത് അവളുടെ അച്ഛൻ പോലീസുകാരനാണല്ലോ, ഇയാൾക്ക് പറ്റുന്ന ആ ഒരു രീതിയിൽ വിക്രത്തിനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് ഈ ഒരു കേസ് ഇപ്പൊ ഉപേക്ഷിച്ചേക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ അവർ മരിച്ചത് ആ ഒരു അപകടത്തിലാണെന്ന്. അതുപോലെ തന്നെ ബദ്ധിറെഡ്ഡി
അനുശ്രീക്കെതിരെ എന്തായാലും ഇനി കേസ് ഉണ്ടാവും. ഇനി നീ ഇവിടെ നിൽക്കണ്ട, വേഗം വിട്ടോ, നാളെ രാവിലെ തന്നെ പൊയ്ക്കോന്ന് ഇപ്പൊ അനുശ്രീയുടെ അച്ഛൻ പറയണേ. ഇപ്പൊ വിക്രത്തിനാണെങ്കിൽ അധികം നേരം ഇനി ഇവിടെ നിൽക്കാനും പറ്റില്ല. ഒരു 10 മണിക്കൂറായിട്ട് ഇനി ഒരു ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഇനിയും ഇതിന്റെ പിന്നിൽ ബാക്കിയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് തന്നെ വിക്രം സകല ധൈര്യം എടുത്തുകൊണ്ട് നേരെ അർദ്ധരാത്രിയിൽ ആ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. ഇനി എന്തെങ്കിലും രഹസ്യം അവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് തന്നെ എന്തായാലും രാത്രി ആ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് അവിചാരിതമായിട്ടൊരു കാര്യം നമ്മുടെ വിക്രം കാണുകയാണ്. അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാരെല്ലാവരും ആശുപത്രിയിലേക്ക് വന്നിട്ട് വിക്രത്തിന് വാൺ ചെയ്യാണ്. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. എന്നിട്ട് ഇപ്പൊ അവസാനം കണ്ടോ സംഭവിച്ചത്? ഇതേ സമയത്ത് തന്നെ വിക്രം ഈ പോലീസുകാരനോട് പറയണ, സാറേ തൊട്ടപ്പുറത്തേക്ക് ഒന്ന് നോക്കിയെന്ന്. ഇവർ നോക്കുമ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോവാണ്. അതായത് ആ ആശുപത്രിക്ക് തീ പിടിച്ച് അതിന്റെ ഓണറായിട്ടുള്ള അനു, ആ ഒരു ഡോക്ടർ മരണപ്പെട്ടു എന്ന് പറയുന്നില്ലേ, ആ അനു ഇതാ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനുവിന്റെ ആത്മാവ് കൊന്നതാണെന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് ആ ഒരു സ്ഥലത്ത് മരണപ്പെട്ടു വീണത്? ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ആ ഒരു ബദിരടിയാണ്. സാർ എന്റെ പിന്നാലെ നടക്കാതെ അവന്റെ അടുത്തേക്ക് പോ, അവനെ അറസ്റ്റ് ചെയ്യുന്ന വിക്രം പറയാണ്. സോ എന്തായാലും അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഇൻസ്പെക്ടർ നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അതാ അടുത്ത വാർത്ത, ബദിരടിയും ഇതേ ഹോസ്പിറ്റലിന് മുന്നിൽ മരണപ്പെട്ടു കിടക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ വിക്രം ആകെ കൺഫ്യൂഷൻ അടിച്ചു പോവാണ്. ഇയാൾ മരണപ്പെട്ടു പോയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ മറ്റാരാണ്? സംതിങ് ഇതിന്റെ പിന്നിൽ മറ്റെന്തോ മിസ്റ്റീരിയസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ വിക്രം ഉണ്ടല്ലോ തല പുകഞ്ഞിങ്ങനെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. അതായത് അന്നത്തെ ആ ഒരു തീപിടുത്തത്തിൽ 2 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 2 പേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഒരു ആണിന്റെയും. എന്നാൽ ആ ഒരു പെണ്ണ് ഇത്രയും നാളും അനുവാണെന്ന് കരുതി. എന്നാൽ അത് അനുവല്ല. പിന്നെ ആരുടെ ബോഡി ആയിരിക്കും? അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നല്ലോ, മേരി. അവളെ കുറെ നാളായിട്ട് കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കാറുണ്ട് എന്നൊക്കെ അവളുടെ അമ്മ പറയാറുണ്ടല്ലോ. ഇനി എങ്ങാനും ആ കാണാതായ നേഴ്സായിട്ടുള്ള മേരി ആയിരിക്കോ ഈ മരണപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടി? പക്ഷേ ഇവൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിക്കാറ്? ഇതിങ്ങനെ തല പോഞ്ഞ് വിക്രം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു കളി നടക്കുന്നുണ്ട്, ഒരു ആൾമാറാട്ടം രൂപത്തിൽ. ഇനിയെങ്ങാനും മേരിയുടെ രൂപത്തിൽ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവളുടെ ആ ഒരു വേഷത്തിൽ ഒരു ആൾമാറാട്ടം എന്ന രീതിയിൽ. ഇപ്പോഴാണ് വിക്രത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഇവരുടെ നാട്ടിൽ ആ ഒരു നാടകം, ആ നാടകത്തിൽ പെൺവേഷം കിട്ടുന്ന ഒരുപാട് ആൾക്കാരെയും എല്ലാം കാണാൻ പറ്റിയതും അല്ലെങ്കിൽ അതിലൂടെ ചിന്ത പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ നാടകത്തിന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേഷങ്ങളും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചുമ്മാ ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വിക്രം ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ അപ്പൂപ്പന് മനസ്സിലായോ, അന്ന് ആ ഉത്സവത്തിന്റെ സമയത്ത് അപ്പൂപ്പൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അറിയാതെ കൈ തട്ടിപ്പോയില്ലേ, അപ്പൊ അപ്പൂപ്പൻ ചീത്ത പറഞ്ഞല്ലോ, അതേ അപ്പൂപ്പൻ തന്നെയാണ്. അപ്പൊ അപ്പൂപ്പനോട് ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് വിക്രം പറയുന്നുണ്ട്. അതായത് ആൾമാറാട്ടം നടത്താൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആരെങ്കിലൊക്കെ ഈ ഒരു നാട്ടിലുണ്ടോ എന്ന് അപ്പൂപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയുകയാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും അറിയില്ല മോനെ, എന്നാലും എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 10-20 വർഷം മുന്നേ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, സാഗർ. ചെറിയ പ്രായത്തിൽ തന്നെ അവന് നാടകത്തിലേക്ക് അഭിനയിക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ നല്ലൊരു വേഷമൊന്നും അവന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു പെൺവേഷം നാടകത്തിൽ ചെയ്യാനായിട്ട് അവന് അവസരം കിട്ടി. അത് നന്നായിട്ട് തന്നെ അവൻ ചെയ്തു. ഇതിനുശേഷം അവന് കിട്ടുന്ന ഓരോ വേഷവും അത് പെൺവേഷമായിരുന്നു. പിന്നീട് ഒരിക്കലും നല്ല ആൺവേഷം അവന് കിട്ടിയതേയില്ല. പല ആൾക്കാരും ഇതിന്റെ പേരിൽ അവന് കളിയാക്കാൻ തുടങ്ങി. അവനൊരു പെണ്ണായിട്ട് വരെ കാണാനായിട്ട് പല ആൾക്കാരും തുടങ്ങി. ഇതിനിടയിൽ കുറച്ച് പെൺകുട്ടികൾ അവന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നാൽ ആ വന്ന പെൺകുട്ടികൾ ചോദിക്കുന്നത്, നീ ഉടുത്ത ഈ സാരി ഉണ്ടല്ലോ അത് എവിടുന്നാ മേടിച്ചത്, അതുപോലെ തന്നെ നീ ഒരാണാണോ എന്നുള്ള രീതിയിൽ അവൻ വളരെയധികം അപമാനിക്കപ്പെട്ടു പോയി. ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ അവന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ എവിടെ പെണ്ണ് കാണാൻ പോയാലും അവിടുന്നെല്ലാം അവനെ അപമാനിച്ച് ഇറക്കി വിടും. കാരണം അവനൊരു ആണാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വെറും നാടകത്തിൽ വേഷമിട്ടതിന്റെ പേരിലാണ് അവൻ എല്ലാവരും ആ രീതിയിൽ കണ്ടത്. വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അവൻ. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അവൻ തന്നെ ആയിരിക്കുമോ എന്ന് വിക്രം ഇങ്ങനെ സംശയിക്കുകയാണ്. ഈ സമയത്താണ് വിക്രം ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് അന്ന് ആശുപത്രിയിലേക്ക് ചെന്ന സമയത്ത് അനു ഉണ്ടല്ലോ, അവളുടെ ഒരു ഫോട്ടോ, അതായത് അവിടെ തന്നെ അവൾ ആരോ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നല്ലോ, അവളുടെ മനോനിലേക്ക് തെറ്റിക്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഈ അനുവിന് പറയാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ കണ്ട അവളുടെ ആ ഒരു ഫോട്ടോയിൽ ഒരു മോതിരം കണ്ടായിരുന്നു, ചുവന്ന കല്ലുള്ള ഒരു പ്രത്യേകതരം മോതിരം. ഫോട്ടോയിൽ കണ്ടതാണ്. ഇതേ മോതിരം തന്നെ വിക്രം മറ്റൊരാളുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആരുടെ കയ്യിലാണ്? മറ്റാരുടെ കയ്യിലും അല്ല, ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമേശ് ഉണ്ടല്ലോ, രമേശിന് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നില്ലേ, സാഗറിന്റെ കയ്യിലാണ് ഈ ഒരു മോതിരം നമ്മുടെ വിക്രം നേരത്തെ കണ്ടിരുന്നത്. അതിനർത്ഥം അവിടെ അനുവിനെ പൂട്ടിയിട്ടത് മിക്കവാറും അവൻ തന്നെയായിരിക്കും. അവളുടെ കയ്യിൽ ആ ഒരു മോതിരം മൂരി ഇവന്റെ കയ്യിലിട്ടത് ഇവൻ തന്നെയായിരിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പെൺവേഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സാഗറിനെ നമ്മുടെ വിക്രം നേരിട്ട് കാണുകയാണ്. അവിടെ വെച്ച് ഒരു അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം ഈ സാഗർ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന്. അതായത് എവിടെ ചെന്നാലും സാഗറിന്റെ ലൈഫിൽ അപമാനം മാത്രമേ ഉള്ളൂ. നാടകത്തിൽ പെൺവേഷം ധരിച്ചതിന്റെ പേരിൽ എല്ലാവരും അവനൊരു പെണ്ണായിട്ട് കണ്ടു. ഒരാണായിട്ട് ഒരാൾ പോലും അവനെ പരിഗണിച്ചില്ല. ഒരാണായിട്ട് ജനിച്ചിട്ട് എന്നെ ഒരു പെണ്ണാക്കി സമൂഹം കാണുമ്പോൾ എന്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമം എത്രത്തോളാണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരും എന്നെ പരിഗണിച്ചില്ല എന്ന ഒരാൾ മാത്രം അനു
അവളുടെ അച്ഛൻ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ആശുപത്രി കെട്ടി. ഇതിനുശേഷം അവൾ എന്നോട് പെരുമാറിയ ആ ഒരു രീതി, ഒരാണായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് എന്നെ കണ്ടത് അവൾ മാത്രമായിരുന്നു. പയ്യെ പയ്യെ ഞാൻ അനുവിനോട് അടുക്കാൻ വേണ്ടി തുടങ്ങി. അവൾക്ക് ഡാൻസ് പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിതെല്ലാം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഞാനെല്ലാം അവളെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അവൾ എന്നോട് വലിയൊരു സൗഹൃദം തന്നെ കാട്ടി. ഒരു ദിവസം അവളുടെ വീട്ടിൽ അവൾ ഒറ്റയ്ക്ക് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ ഒരുപാട് സമാധാനിപ്പിച്ചതും അവളെ ഹാപ്പി ആക്കിയതും ചിരിപ്പിച്ചതും ഒക്കെ ഞാനായിരുന്നു. അന്ന് അവൾ എന്നോട് പറഞ്ഞു, സാഗർ, നിന്റെ കൂടെ ആരിയ്ക്കുകയാണെങ്കിലും അവർ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞു അവളോട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ലൈഫിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന്. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അനു എന്നോട് പറഞ്ഞത് ഞാൻ അവനൊരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ്. അതായത് എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ സാഗറിനെ അനു ഒരു ഭർത്താവായിട്ട് കാണില്ല, അല്ലെങ്കിൽ അവളുടെ ലൈഫിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നിങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാഗറാണെങ്കിലും അനുവിന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. ഇപ്പൊ ആ ആശുപത്രിയിൽ അനുവിന്റെ അച്ഛനുണ്ടായിരുന്നു. അനുവിന് ഇങ്ങനെ ശല്യപ്പെടുന്നത് കണ്ടപ്പോൾ ഇവളുടെ അച്ഛൻ വന്നിട്ട് ഇവനെ തടുക്കുകയാണ്, സാഗറിനെ. എന്നാൽ ആ ഒരു ദേഷ്യത്തിൽ അവളുടെ അച്ഛനെ ഈ സാഗർ തള്ളിയിടുകയാണ്. അപ്പൊ നിലത്തുണ്ടായിരുന്ന ഒരു കുപ്പിയിൽ ചെന്ന് വീണ് ഇവളുടെ അച്ഛന്റെ ദേഹത്ത് ഒരുപാട് മുറിവും കാര്യങ്ങളുണ്ടായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേരി എന്ന് പറഞ്ഞ നേഴ്സ് ഉണ്ടല്ലോ, അവരും വന്നിട്ട് സാഗറിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. അവരും ഇതുപോലൊരു തള്ളു കൊടുത്തപ്പോൾ തെറിച്ചുപോയി വീഴാണ്. അവരുടെ തലയ്ക്കും അടിയേറ്റു. ഇതിനുശേഷം അനുവിനെ ബലാത്കാരമായിട്ട് പിടിക്കാനായിട്ട് തന്നെ ഈ ഒരു സാഗർ ശ്രമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്റെ ആ ഒരു മരണം, അച്ഛൻ നിലത്ത് വീണ് രക്തം പോയി പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ അനുവിന്റെ മാനസിക നില തന്നെ ആകെ തെറ്റിപ്പോവാണ്. അവൾക്ക് പിന്നീട് ഒരു കാര്യം ഓർമ്മയില്ലാതായി ഒരു ഭ്രാന്തിയെ പോലെ ആയിട്ട് മാറുകയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ബദ്യറെഡിയുടെ ആൾക്കാർ വരുന്നത്. ഈ ആശുപത്രിക്ക് തീ വെക്കാൻ നോക്കുന്നത്. അവര് തീ വെച്ചു. എന്നാൽ ആ ഒരു തീയിലേക്ക് അനുവിന്റെ അച്ഛനെയും അതുപോലെ തന്നെ മേരിയുടെ ബോഡി ഇട്ടത് ഇവനായിരുന്നു. അതായത് ഈ സാഗർ തന്നെയാണ്. സാഗർ ഈ കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മരിച്ചത് അനുവും അവളുടെ അച്ഛനും ആണെന്ന് ഈ സാഗർ തന്നെ വരുത്തി തീർത്തു. അതായത് അവൻ പറഞ്ഞു നടന്നു. മാത്രമല്ല പിന്നീട് ആരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് സാഗർ ഒരു നാടകം കളിക്കുകയാണ്. അതായത് പെൺവേഷം കെട്ടിയിട്ട് രാത്രി കാലങ്ങളിൽ ഇതിലൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരു പ്രേതമുണ്ട്, ഒരു പിശാചുണ്ട് എന്നുള്ളൊരു അന്തരീക്ഷം അവൻ വരുത്തി തീർത്തു. എന്തിനാണെന്ന് വെച്ചാൽ ആ ആശുപത്രിയിൽ ഈ റൂമിൽ വെച്ച് പൂട്ടിയിട്ട് അനുവിനെ ഒരു സൈക്കോയെ പോലെ തന്നെ സാഗർ ഇത്രയും കാലം നോക്കുമായിരുന്നു. അവളെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ, അവൾ ഒരുപാട് ഇഷ്ടമാണ് എന്നൊരു ബോധവും കഥയില്ലാതെ കിടക്കുന്ന അനുവിനെ അവൻ ഒരുപാട് പ്രണയിച്ചു. അവളെ നന്നായിട്ട് നോക്കി. ഈ രഹസ്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാനായിട്ട്, അനുവിനെ തേടിയിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പിശാചിന്റെ കഥ ഈ ഒരു സാഗർ ഉണ്ടാക്കിയെടുത്തത്. മാത്രമല്ല മരിച്ചുപോയത് അനു ആണെന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഈ മേരി ആണെന്ന് പറഞ്ഞ് അവളുടെ അമ്മയ്ക്ക് പല തവണയായിട്ട് വിളിച്ചതും ഈ ഒരു സാഗർ തന്നെയാണ്. അപ്പൊ മേരി ഇങ്ങനെ വിളിക്കുമ്പോൾ മേരി മരിച്ചുപോയി എന്ന് ആരും വിചാരിക്കില്ലല്ലോ. അപ്പൊ സംഗതിയൊക്കെ മനസ്സിലായില്ലേ ഇവിടുത്തെ രഹസ്യങ്ങൾ. അതായത് അനുവിനെ ഇവിടെ പൂട്ടി വെച്ച കാര്യം പുറം ലോകം അറിയാതിരിക്കാനായിട്ട് സാഗർ കളിച്ച ഒരു നാടകം മാത്രമായിരുന്നു. അതും പെൺവേഷം ധരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരെ അവരുടെ കയ്യിൽ ഗത ഉപയോഗിച്ച് നെഞ്ചത്തടിച്ച് കൊല്ലലായിരുന്നു അവന്റെ സ്ഥിരം പരിപാടി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അവന്റെ കൂട്ടുകാരനെ തന്നെ, അതായത് രമേശിനെ തന്നെ ഈ ഒരു സാഗർ കൊന്നുകളഞ്ഞു. മാത്രമല്ല ഈ ഒരു കേസിന്റെ പിന്നാലെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് വന്ന ആ ഒരു പ്രകാശ് ജാവത്ത് ഉണ്ടല്ലോ, ഇയാളെയും കൊന്നത് സാഗർ തന്നെയാണ്. എന്തിനാണ് കേസ് തെളിയിക്കാതിരിക്കാനായിട്ട്. ഇനി അവസാനം എല്ലാവരുടെയും സംശയം ബദ്യറെഡിയുടെ മേലെയാണ്. ഇനി ഇയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഇയാളല്ല ചെയ്തതെന്ന്. അപ്പൊ അയാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാഗർ അയാളെയും, അതായത് ബദ്യറെഡിയും കൊന്നുകളഞ്ഞത്. എന്തായാലും എല്ലാ രഹസ്യവും ഇവിടുന്ന് മനസ്സിലാക്കിയല്ലോ. മാത്രമല്ല അവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം വിക്രം ഈ ഒരു സാഗറിനെ കീഴ്പ്പെടുത്തുകയാണ്. ആ ഒരു കേസ് അവസാനം തെളിയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല മാനസിക നില തെറ്റിപ്പോയ അനുവിനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പഴയതുപോലെ തന്നെ അവളുടെ ആ ഒരു ഓർമ്മകൾ തിരിച്ചു കിട്ടി. അവൾ ആക്റ്റീവ് ആവാണ്. പഴയതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ആശുപത്രി അത് വീണ്ടും തുറക്കുകയാണ്. പഴയതുപോലെ തന്നെ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. അതായത് ബദ്യറെഡിയുടെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലേക്ക് ഇനി ആർക്കും പോകേണ്ട ആവശ്യമില്ല. എന്തായാലും നാട്ടുകാരെ മുഴുവനായിട്ടും പേടിപ്പെടുത്തിയ ആശുപത്രിയുടെ അടുത്തുള്ള ചുവന്ന പുടവ ധരിച്ച ആ ഒരു പ്രേതത്തിനെ കുറിച്ചുള്ള പേടി ഇനി ആർക്കും ഉണ്ടാവില്ല. എന്തായാലും നാട്ടിൽ ആ ഒരു പ്രശ്നമെല്ലാം പരിഹരിച്ചതിന് ശേഷം നമ്മുടെ വിക്രവും അതുപോലെ തന്നെ ബസവയും അവിടുന്ന് പോവാണ്. അപ്പൊ ഇവരിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ചില ആൾക്കാർ പോകുന്ന വഴിയിൽ ഏതോ ഒരു നാട്ടിൽ ഇതുപോലെ ദുരൂഹമായിട്ടുള്ള മറ്റൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം കൈ ചൂണ്ടിയിട്ട് ഒരു 2 ടിക്കറ്റ് ആ നാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കഥ ഇവിടെ തീരുന്നത്. സോ അടുത്ത സംഭവത്തിനായിട്ട് അല്ലെങ്കിൽ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മുടെ വിക്രം നേരെ ആ ഒരു നാട്ടിലേക്ക് പോവാണ്. എന്തായാലും കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.